വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് കന്യാകുമാരി. പ്രധാനമായും സൂര്യോദയവും സൂര്യാസ്തമയവും ഇവിടുത്തെ കാഴ്ചയാണ്. ഇതിനായി ദിവസേന നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. വിവേകാനന്ദ പാറ എന്ന കടലിലെ ആത്മീയ സ്മാരകവും ധ്യാന മണ്ഡപവും, അതിനടുത്തായി തമിഴ് ഇതിഹാസ കാവ്യമായ തിരുക്കുറലിന്റെ സൃഷ്ടാവ് തിരുവള്ളുവരുടെ സ്മാരകവും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പോഴിത് ഇവയെല്ലാം കൂടാതെ മറ്റൊരു വിസ്മയം കൂടി കന്യാകുമാരിയിൽ ഒരുക്കിയിരിക്കുകയാണ്. കടലിനെ കണ്ടുകൊണ്ട് അതിന്റെ മുകളിലൂടെ നടക്കാനായി കണ്ണാടിപ്പാലം ഒരുക്കിയിരിക്കുകയാണ്. കന്യാകുമാരിയിൽ എത്തുന്ന സഞ്ചാരികളൊക്കെ ബീച്ചിൽ നിന്ന് നേരെ ബോട്ടിൽ കയറി ആദ്യം പോകുന്നത് വിവേകാനന്ദ പാറയിലേക്കാണ്. വിവേകാനന്ദ പാറയിൽ നിന്ന് അത്ര അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന തിരുവള്ളുവരുടെ കൂറ്റൻ പ്രതിമയിലേക്കാണ് കണ്ണാടിപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. പണ്ട് മുതൽ ഇതിന് ബോട്ടുകൾ തന്നെയാണ് ആശ്രയിച്ചിരുന്നത്. ആദ്യം ബോട്ടിൽ കയറി വിവേകാനന്ദ പാറയിലേക്കും പിന്നീട് അവിടെ നിന്ന് പ്രതിമയിലേക്കും പിന്നീട് കരയിലേക്കും എന്ന രീതിയിലാണ് ബോട്ട് സർവീസ് നടത്തിയിരുന്നത്. എന്നാൽ ഇനി മുതൽ വിവേകാനന്ദ പാറയിൽ ബോട്ടിനായി വരി നിൽക്കണ്ട. നേരെ ഒന്ന് നടന്നാൽ നല്ല കടൽക്കാറ്റുമേറ്റ് തിരുവള്ളൂരിന്റെ അടുത്തേക്ക് എത്താം. തമിഴ്നാട് സർക്കാരാണ് തിരുവള്ളൂർ പ്രതിമയും വിവേകാനന്ദ പാറയും ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിച്ചത്. 77 മീറ്റർ നീളത്തിലും 10 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. രാത്രിയിൽ ഈ പാലത്തിന് അല്പ സൗന്ദര്യം കൂടുതലാണ്. കാരണം അലങ്കാര ദീപങ്ങളാൽ മിന്നി തിളങ്ങുന്ന കണ്ണാടിപ്പാലം ആരായാലും ഒന്ന് നോക്കി നിന്നു പോകും. കേരളത്തിന്റെ തലസ്ഥാനത്തൊന്ന് ചുറ്റി നേരെ കന്യാകുമാരി പിടിച്ച് അവിടുന്ന് നേരിട്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് യാത്ര പോകാൻ പദ്ധതി ഇടുന്നതെങ്കിൽ തിരുവനന്തപുരം കന്യാകുമാരി തിരുവനന്തപുരം റൂട്ടിൽ ബസ്സുകൾ ദിവസേന ബസ് സർവീസ് ധാരാളമുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്തോ അല്ലാതെയോ പോകാം. സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് 116 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 2.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കന്യാകുമാരിയിലേക്ക് എത്താം. ട്രെയിനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് സർവീസ് ഉണ്ട്. 150-നും 200-നും ഇടയിലാണ് ടിക്കറ്റ് നിരക്ക്.